സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, മനോഹരമായ നിലവിളക്കായി സ്തോത്രം. ഇവിടെ കുടുംബജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെ നൽകിയല്ലോ, അങ്ങേക്ക് നന്ദി. ഈ കുഞ്ഞൊരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. കർത്താവ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ ജനിക്കുന്നത് വരെ ഗർഭാശയത്തിൽ കാത്ത ദൈവം, ജനിച്ചു വീണത് മുതൽ ഇതുവരെ ശാരീരിക മാനസിക കർത്താവ് ബുദ്ധിപരമായ വളർച്ച കൊടുത്ത ദൈവം, ഉത്തരവാദിത്തം ഉണർന്ന കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ഈ വേളകളിൽ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി അവൻ കർത്താവിനെ വളർത്തുവാനുള്ള ദൗത്യത്തെ അവർ ഏറ്റെടുത്തുകൊണ്ട് തിരുമുൻപിൽ പ്രതിഷ്ഠിക്കുന്ന ഈ വേളയിൽ ദൈവത്തിന്റെ വലിയ കൃപ ഉണ്ടാകട്ടെ. ആമേൻ. ഈ കുഞ്ഞിനെ കർത്താവ് മാതാപിതാക്കളുടെ താല്പര്യപ്രകാരം നിതീഷ് എന്ന പേർ ധരിപ്പിച്ച് ഈ കുഞ്ഞൊരു അനുഗ്രഹമായി തീരുവാൻ, ദൈവകൃപയിലും മനുഷ്യപ്രീതിയിലും വളരുവാൻ, ശാരീരിക വളർച്ച, മാനസിക വളർച്ച, ആത്മീയ വളർച്ച, വിദ്യാഭ്യാസ സമ്പന്നത, ആമേൻ കർത്താവേ സ്തോത്രം, കാലാകാലങ്ങളിൽ കുഞ്ഞിന് ലഭിപ്പാൻ, ഉണർവിന് ഉപയോഗമുള്ള ഒരു കുഞ്ഞായി വളർന്നു വരുവാൻ, ദൈവരാജ്യത്തിന്റെ വിപുലീകരണത്തിന് പ്രയോജനപ്പെടുവാൻ, അങ്ങനെ സഭയ്ക്കും ദേശത്തിനും കുടുംബത്തിനും രാജ്യത്തിനും ഒരു അനുഗ്രഹമായി തീരുവാൻ ഈ കുഞ്ഞിനെ ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവനാമ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുന്ന് അംഗീകരിച്ച് അനുഗ്രഹിക്കണമേ. കാമൻ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു എന്നുള്ള വചനം പോലെ ദൈവകൃപയിൽ ഈ കുഞ്ഞു വളർന്നു വരട്ടെ. ഒരു ശമൂവേൽ ബാലനെ പോലെ ദൈവ ശബ്ദം കേട്ടു വളരട്ടെ. ദൈവകൃപയിൽ വളരട്ടെ. ശാരീരിക വളർച്ച ഉണ്ടാകട്ടെ, മാനസിക വളർച്ച ഉണ്ടാകട്ടെ, ആത്മീയ വളർച്ച ഉണ്ടാകട്ടെ. കാലാകാലങ്ങളിൽ വളർച്ച നൽകി കുഞ്ഞിനെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ ദൈവകൃപയിൽ കുഞ്ഞിനെ വളർത്തുവാൻ കൃപ നൽകണമേ. മാതൃകാ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ. കൊച്ചുപ്രായത്തിൽ കൃപയിൽ വളരട്ടെ. അങ്ങനെ സ്തോത്രം ചൊല്ലി വാഴ്ത്തി അനുഗ്രഹിച്ച് ദൈവനാമ മഹത്വത്തിനായി വളർത്തുവാൻ മാതാപിതാക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ മഹത്വത്തിനായി വളർത്തുവാൻ ഇപ്പോൾ മാതാപിതാക്കളുടെ